ടി20യിൽ മികവ് കാട്ടുന്നതിന് പ്രായം ഒരു തടസ്സമാണോ? ഈ ചോദ്യം അപ്രസക്തമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഇന്ത്യയുടെ മുൻ നായകനും ആർ.സി.ബിയുടെ സൂപ്പർ താരവുമായ വിരാട് കോഹ്ലി. ഇന്നലെ ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിൽ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം കൊണ്ട് വിരാട് കോഹ്ലി വീണ്ടും ചരിത്രങ്ങൾ വെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. മുഹമ്മദ് സിറാജ് എറിഞ്ഞ ആദ്യ ഓവറിൽ വിരാട് കോഹ്ലി നേരിട്ട ആദ്യ പന്തിൽ തന്നെ അദ്ദേഹം പുറത്താവേണ്ടതായിരുന്നു. എന്നാൽ വാഷിംഗ്ടൺ സുന്ദർ കൈവിട്ട് കളഞ്ഞ ക്യാച്ച് വിരാട് കോഹ്ലിക്ക് പുതുജീവൻ നൽകി. അതിനെ മുതലാക്കി തന്നെയാണ് കോഹ്ലി ഇന്നലെ ബംഗളൂരുവിൽ ബാറ്റ് ചെയ്തത്. 44 പന്തിൽ 81 റൺസുമായി വിരാട് കോഹ്ലി തന്റെ അപ്രമാദിത്യം തന്നെ കാഴ്ചവെച്ചു. 8 4ഉം 4 6ഉം ഉൾപ്പെടെ വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് വിരുത് കൃത്യമായി തെളിയിക്കപ്പെടുന്ന പ്രകടനം തന്നെയാണ് ബംഗളൂരുവിലെ ചിന്നസ്വാമിയിൽ കണ്ടത്. ഇന്നലെ ഗുജറാത്തിനെ 5 വിക്കറ്റിന് ആർ.സി.ബി തോൽപ്പിക്കുമ്പോൾ അതിൽ വിരാട് കോഹ്ലിയുടെ നിർണായക പ്രകടനമായിരുന്നു കരുത്തായി മാറിയതെന്ന് പറയാം. ഗുജറാത്തിനെതിരായ ഈ മത്സരത്തിലൂടെ വമ്പനൊരു റെക്കോർഡും വിരാട് കോഹ്ലി നേടിയെടുത്തിട്ടുണ്ട്. IPLൽ 300 സിക്സുകളും 800 ബൗണ്ടറികളും നേടുന്ന ആദ്യത്തെ താരമെന്ന നേട്ടത്തിലേക്കാണ് വിരാട് കോഹ്ലി എത്തിയിരിക്കുന്നത്. പ്രായക്കൂടുതൽ മൂലം ടി20 ടീമിൽ നിന്ന് വിരമിക്കണം, അല്ലെങ്കിൽ സ്ട്രൈക്ക് റേറ്റ് മോശമാണ് എന്ന തരത്തിൽ പല വിമർശനങ്ങൾ ഉയരുമ്പോഴും അതിനെല്ലാം തൻ്റെ പ്രതിഭ കൊണ്ട് മറികടക്കാൻ വിരാട് കോഹ്ലിക്ക് സാധിക്കുന്നു. ഇന്ത്യയുടെ ടി20 ടീമിൽ നിന്ന് അദ്ദേഹം കഴിഞ്ഞ ടി20 ലോകകപ്പോടെയാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. എന്നാൽ ഇനിയും ആർ.സി.ബിക്കായി കളി തുടരുമെന്ന തീരുമാനമെടുത്ത കോഹ്ലി ഇപ്പോഴും ആരാധകർക്ക് വേണ്ടി ആർ.സി.ബിയെ മുന്നിൽ നിന്ന് നയിക്കുകയാണെന്ന് പറയാം. ആരാധകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് പലപ്പോഴും ഉയരാൻ വിരാട് കോഹ്ലിക്ക് സാധിക്കുന്നില്ല എന്ന വിമർശനം സമീപകാലത്തായിട്ട് ഉയരുന്നുണ്ടായിരുന്നു. ഈ സീസണിൽ തന്നെ ചില മോശം പ്രകടനങ്ങളുടെ പേരിൽ കോഹ്ലിക്ക് നേരെ വിമർശനങ്ങൾ കാര്യമായി ഉയർന്നിരുന്നു. എന്നാൽ തൊട്ടടുത്ത ഇന്നിങ്സിലൂടെ തന്നെ ഇതിനെല്ലാം മറുപടി പറയുന്ന തൻ്റെ പഴയ ശീലം കോഹ്ലി ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് അദ്ദേഹത്തെ ഈ പ്രായത്തിലും കരുത്തുറ്റ താരമായി നിലനിർത്തുന്നത്. യുവതാരങ്ങൾ അരങ്ങുവാഴുന്ന ഈ IPLൽ വിരാട് കോഹ്ലി ഇത്തവണയും റൺവേട്ടക്കാരിൽ ഒന്നാമനായാണ് കുതിക്കുന്നത്. 7 മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ 328 റൺസ് വിരാട് കോഹ്ലിയുടെ അക്കൗണ്ടിലുണ്ട്. 54.67 ശരാശരിയിലും 163.18 സ്ട്രൈക്ക് റേറ്റിലുമാണ് വിരാട് കോഹ്ലി ബാറ്റ് വീശുന്നത്. ഇന്നലെ ഗുജറാത്തിനെതിരെ അദ്ദേഹം സെഞ്ചുറി പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. വിരാട് കോഹ്ലിക്ക് തുടക്കത്തിൽ ലഭിച്ച ലൈഫിന് ശേഷം അദ്ദേഹം സർവാധിപത്യമാണ് കാഴ്ചവെച്ചതെന്ന് പറയാം. ഗുജറാത്തിൻ്റെ സ്പിന്നർമാരെയും പേസർമാരെയും ഒരുപോലെ നേരിട്ട കോഹ്ലി തകർപ്പൻ ഷോട്ടുകളോടെ മുന്നേറവെ ജേസൺ ഹോൾഡറിൻ്റെ മുന്നിലാണ് അദ്ദേഹത്തിന് വിക്കറ്റ് നഷ്ടമായത്. എക്സ്ട്രാ ബൗൺസ് ഉള്ള സ്ലോ പന്തിൽ കോഹ്ലിയുടെ കണക്കൂട്ടൽ തെറ്റി അദ്ദേഹം ഒരു ഷോട്ടിന് ശ്രമിച്ചപ്പോൾ എഡ്ജായി പ്ലേ ഡൗൺ ആവുകയായിരുന്നു. ഇതിൽ കോഹ്ലി കടുത്ത നിരാശയിലുമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ബാറ്റ് തൻ്റെ പാടിലേക്ക് അടിക്കുകയും നിരാശയോടെ ഗ്രൗണ്ടിലേക്ക് ബാറ്റ് കൊണ്ട് തട്ടുകയും എല്ലാം ചെയ്താണ് അദ്ദേഹം കളം വിട്ടു പോയത്. കാരണം കോഹ്ലി ഒരു സെഞ്ചുറി എന്ന കണക്കൂട്ടൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നിർഭാഗ്യവശാൽ അത് സാധിക്കാതെ പോയി. എങ്കിലും ആർ.സി.ബിക്കൊപ്പം തകർപ്പൻ പ്രകടനം നടത്തുന്ന കോഹ്ലി ഈ സീസണിലും ടീമിനെ കിരീടത്തിലേക്ക് എത്തിക്കാം എന്ന പ്രതീക്ഷയിലാണുള്ളത്. ആർ.സി.ബി ടീമിൻ്റെ ബാറ്റിംഗ് നിരയും ബൗളിംഗ് നിരയും ഒരുപോലെ മികവ് കാട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തവണ ജോഷ് ഹേസൽവുഡ് കൂടി ടീമിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ബാംഗ്ലൂരുവിൻ്റെ ബൗളിംഗ് നിര കൂടുതൽ ശക്തമായി തീർന്നിരിക്കുകയാണ്. ഗുജറാത്തിനെതിരായ മത്സരത്തിൽ വലിയ സ്കോറിലേക്ക് ഗുജറാത്ത് പോകുമെന്ന് ഒരു ഘട്ടത്തിൽ തോന്നിയതാണ്. 230+ സ്കോറിലേക്ക് ശുഭ്മാൻ ഗില്ലും സംഘവും പോകേണ്ടതായിരുന്നു. ഒരു ബൗണ്ടറി പോലും വഴങ്ങാത്ത ആ 3 ഓവറുകളാണ് ആർ.സി.ബിയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. 17ാം ഓവർ എറിയാനെത്തിയ സുശാന്ത് ശർമ്മ വെറും 4 റൺസ് വിട്ടുകൊടുത്തപ്പോൾ 18ാം ഓവർ എറിയാനെത്തിയ സീനിയർ താരം ഭുവനേശ്വർ കുമാർ ഒരു 5 റൺസാണ് വഴങ്ങിയത്. 19ാം ഓവറിൽ ജോഷ് ഹേസൽവുഡാണ് പന്തെറിയാനെത്തിയത്. 8 റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. ഈ 3 ഓവറുകളിലൂടെ ഗുജറാത്തിൻ്റെ തലവിധി തന്നെ മാറി മറിയുകയായിരുന്നു എന്ന് പറയാം. മോശം ഫീൽഡിങ്ങും ഗുജറാത്തിൻ്റെ തോൽവിക്ക് കാരണമായിട്ടുണ്ട്. എന്തൊക്കെയായാലും വിരാട് കോഹ്ലിയുടെ ഒരു മികച്ച പ്രകടനം തന്നെയാണ് ഇന്നലത്തെ മത്സരത്തിൽ ആർ.സി.ബി ആരാധകരെ സന്തോഷിപ്പിക്കുന്നത്. ഇതേ പ്രകടനം വരുന്ന മത്സരങ്ങളിലും തുടരാൻ വിരാട് കോഹ്ലിക്ക് സാധിക്കുമെന്നത് കാത്തിരുന്ന് കണ്ടറിയാം.